ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു ദൂരയാത്രയ്ക്ക് പോകുക കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. അതൊട്ടും രാവിലെ പാലൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം സമയം ഒരു 7:30 ആവുന്നേ ഉള്ളേ. ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാതെ ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കൂടെ അമ്മച്ചിയും മായക്കുട്ടനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കൂടെ എന്നല്ല, അവരുടെ കൂടെ ഞങ്ങൾ പോകുന്നു കേട്ടോ പറയണ്ടേ. 2 ദിവസം മുമ്പ് മായക്കുട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പോകാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് പോകുന്നതാണ്. ഇടയ്ക്കൊക്കെയല്ലേ പോകുള്ളൂ. അപ്പം പോകുന്ന വഴി മേമേൻ്റെ വീട്ടിലും പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ മാനന്തവാടി ഗ്യാരേജിൽ നട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ബസ് കറക്റ്റ് 7:50 തന്നെ എടുത്തു കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചുരമൊക്കെ എത്തി. ചുരത്തിലൊന്നും വലിയ ബ്ലോക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അമരശ്ശേരി എത്തിയപ്പോൾ ബസ് ഒരു 10 മിനിറ്റ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പത്തരിയും കുറച്ച് കഴിക്കാനുള്ള ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരും നമ്മളെല്ലാവരും കൂടിയിട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ കൊണ്ടൊന്ന് ഇറങ്ങൽ റിസ്ക് ആയതുകൊണ്ടാണ് ഇറങ്ങാതെ ഇരുന്നത്. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദൂരമൊക്കെ എത്തിയപ്പോൾ എനിക്ക് കിച്ചുമോനൊക്കെ ഉറക്കത്തിൻ്റെയൊക്കെ അങ്ങേ അറ്റത്തിലെത്തിയ 3 മക്കളെയും കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. കുറേ നേരം കളിക്കും, പിന്നെ കുറച്ച് നേരം ഉറങ്ങും, പിന്നെയും കുറച്ച് നേരം കളിക്കും, ഉറങ്ങും. ഇതൊക്കെ തന്നെയായിരുന്നു ഈ അവസ്ഥകൾ. അങ്ങനെ നമ്മൾ ഏകദേശം പാലക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് എത്തിയപ്പം കുറച്ച് നേരം ബ്ലോക്ക് പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങി വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം 3:30 ആയിട്ടുണ്ടായിരുന്നു ടൈം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണ്. ഇവിടെ നിന്നാണ് മേമേൻ്റെ വീട്ടിലോട്ടുള്ള ബസ്. ചേരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാട്ടോ നമ്മൾ എത്തിപ്പെടുന്നത്. പാലക്കാട് നിന്ന് 1 മണിക്കൂർ ഏകദേശം യാത്രയുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ കളിച്ച് പിടിച്ച് അവിടെ എത്തിയപ്പോൾ 6 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ കാത്ത് അമ്മമ്മയും അച്ചച്ചയും മേമയും എല്ലാവരും കൂടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബസ് ഒരു 1000 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും കേട്ടോ, എത്തിയോന്ന് ചോദിച്ചിട്ട്. മേമയാണെങ്കിൽ ആദ്യമായിട്ടാട്ടോ ആദൂട്ടിനെയും തുമ്പിമോളെയും ഒക്കെ കാണുന്നത്. പണ്ടൊക്കെ നമ്മൾ വെക്കേഷൻ ഇങ്ങനെ പോയി നിൽക്കായിരുന്നു കേട്ടോ. ഇപ്പം അതുമോനുണ്ടായപ്പോൾ ഞാൻ പോയിട്ടില്ല. കിച്ചുമോനുണ്ടായ ഒരു 2 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടോ അവിടെ പോയിട്ട്. ഇത് ഞങ്ങൾ അമ്മമ്മേൻ്റെ അമ്മയാട്ടോ. മുത്തി മരിച്ചപ്പോൾ ഞങ്ങളവിടെ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ പോയപാടും കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് അതിൽ തന്നെ പിള്ളേർക്കും അച്ചച്ചയ്ക്കൊക്കെ ഉള്ള ഫുഡ് കൊടുത്തു. അച്ചച്ച എന്നും കഞ്ഞിയാട്ടോ കുടിക്കാറ്. എപ്പോഴും അതൊരു ശീലമായി പോയിട്ടുണ്ട്. അങ്ങനെ ആദൂട്ടനൊക്കെ ഫുഡ് വാരി കൊടുത്തു. അവിടെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ആദൂട്ടനാണെങ്കിൽ അവിടെ ഒരു അണ്ണാനുണ്ട് കേട്ടോ, മുറ്റത്ത് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് മേമനോട് ഭയങ്കര അറ്റാച്ച്ഡ് കേട്ടോ. മേമേൻ്റെ മേത്തൊക്കെ കയറുവേ. അപ്പോൾ ആദൂട്ടനാണെങ്കിൽ അതിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ത്വരയിലാണ്. അവനാണെങ്കിൽ അതിൻ്റെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത് അതിനൊരു പേടിയില്ല. മേമേൻ്റെ മേത്ത് മാത്രമേ അങ്ങനെ ഇതാവുള്ളൂ കേട്ടോ. വേറെ ആരുടെ അടുത്തും അങ്ങനെ വലിയ അറ്റാച്ച്ഡ് ഇല്ലേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിലത്തൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇത് എപ്പോഴും ഞങ്ങൾക്കുള്ള ശീലം കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം വർത്താനം പറഞ്ഞു. 2-3 വർഷത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് വേഗം നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. തന്നെ ഒരു മഴമൂടലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ എണീച്ചപ്പോൾ ഇച്ചിരി ലേറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതോട്ടൊക്കെയാണെങ്കിൽ നല്ല കളിയിലാട്ടോ. കുറേ മുറ്റമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അമ്മയും മായക്കുട്ടിയും കൂടി രാവിലെ തന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളെ കൊണ്ടുപോയിടാൻ വേണ്ടി റോഡ് വരെ പോയിട്ടോ. ജിത്തുക്കുട്ടനാണ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. ജിത്തു എന്ന് പറയുന്നത് മേമേൻ്റെ മോനാട്ടോ. അതേക്കെന്ന് വെച്ചാൽ നമ്മളൊക്കെ വരുമ്പോൾ അവനും നമ്മളോട് മിണ്ടാനൊക്കെ വരുമ്പോൾ മടിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഭയങ്കര കമ്പനിയാട്ടോ. അങ്ങനെ അവർ ഉച്ചയൊക്കെ ആയപ്പേന് പോയി വന്നിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ എടുക്കാണ്ട് അവൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അവളെയൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇവർ വന്നപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും മുറിച്ചൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മുറ്റത്തൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ഇപ്പോൾ രാവിലത്തെ ഒരു മഴ മൂടൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പോത്തുണ്ടി ഡാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചിയൊക്കെ ആദ്യമായിട്ടാണ് തോന്നുന്നു വരുന്നത്. പിന്നെ എല്ലാവരും കൂടെ കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അതിൻ്റെ താഴെ ഒരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴി അവിടെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ടുണ്ടായിരുന്നു. സ്ഥലം ഞാൻ മറന്നുപോയി കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഒരേ നിർബന്ധം, പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. അങ്ങനെ 3 പേർക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെങ്കിൽ അവിടുന്ന് ഡാമിൻ്റെ അവിടെ ഒരു കാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കളിയാട്ടോ. അപ്പത്തേനും അവിടെ പുറത്ത് നല്ലൊരു മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം വീടെത്തി തറവാട്ടിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് കർക്കിടകം ഒന്നും ഇട്ട് അത്തോടുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് നേരെ വീടെത്തിയിട്ടോ. നമ്മൾ പോകുന്ന ദിവസത്തെ തിങ്കളാഴ്ചത്തെ വീഡിയോ കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ചയാണ് രാവിലെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. രാവിലെയൊന്നും വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുറ്റത്തൊക്കെ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറേ മുറ്റത്തൊക്കെ ഇട്ട് തുണിയൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാനുള്ളത്. വൈകുന്നേരം 3:45 കേട്ടോ പാലക്കാട് നിന്ന് ബസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയപ്പേന് അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എടുത്തപ്പേന് ആദ്യമായിട്ടും നല്ല ചിരിയിലാണ്. ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് മേമയും ജിത്തുക്കുട്ടനും ആട്ടോ വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ അമ്മമ്മേനോടും നന്ദൂട്ടീനോടും അച്ഛച്ചനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നേ. എപ്പോഴും ഈ യാത്ര പറച്ചിലൊരു വിഷമമുള്ള കാര്യം തന്നെയാട്ടോ. കാരണം നമ്മൾ അടുത്തൊക്കെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓടി വരികയൊക്കെ ചെയ്യാമല്ലോ. മേമയാണെങ്കിൽ ഒറ്റ മോളുമാണ്. ഇവർ ചേച്ചിമാരെന്ന് പറയാൻ ഇവരൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ദൂരെ ആയതുകൊണ്ട് പെട്ടെന്ന് ഓടി വരാനോ ഒന്നും പറ്റും. അമ്മമ്മയ്ക്കും ഭയങ്കര സങ്കടമാണ്. അമ്മമ്മയ്ക്കും ഒറ്റൊരു അനിയത്തിയേ ഉള്ളൂ കേട്ടോ.
ഞങ്ങൾ പാലക്കാടൊക്കെ എത്തിയപ്പോൾ കുറച്ച് നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടമൈതാനത്ത് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉള്ളിലോട്ട് ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് അത്ര സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം അതിലേക്ക് ഇവിടെ കുറേ ആമകളും ഒക്കെ ഉണ്ട് കേട്ടോ, മീനുകളൊക്കെ. അപ്പോൾ അതൊക്കെ പിള്ളേരെ കാണിച്ച് തിരിച്ച് നേരെ KSRTC സ്റ്റാൻഡിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കയറിയപ്പോൾ അത്യാവശ്യം നല്ല മഴയായിരുന്നു. പിന്നെ പോരുന്ന ഇങ്ങോട്ടുള്ള വഴിനീളം അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഷട്ടറൊന്നും നമുക്ക് ഓപ്പൺ ചെയ്തിടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ചുരത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. വയനാട്ടിൽ ചുരത്തിലൊക്കെ ദുരിതം എപ്പോൾ തീരുമെന്തോ അല്ലേ. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ കയറാൻ അത്യാവശ്യം നല്ല ടൈം ഇട്ടിട്ടുണ്ടായിരുന്നു. രോഗികളെ കൊണ്ടൊക്കെ വരുന്ന ആംബുലൻസ് ഒക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടാവുക ചുരത്തിൽ ബ്ലോക്ക് ആകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ മാനന്തവാടിയൊക്കെ എത്തിയപ്പോഴേന് ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് നേരെ വീട്ടിലോട്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റ ബൈ, ടേക്ക് കെയർ.